ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശനയോഗം 14-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. തത സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. മലയാളം. വിസ്മയാവിഷ്ടനാം പാർത്ഥൻ രോമാഞ്ചം പൂണ്ടുമേനിയിൽ വിനയത്തോടെ കൈകൂപ്പി സ്തുതിച്ചാൻ നമ്രമൗലിയായി. അതഹ വിസ്മയാവിഷ്ട, തന്മൂലം ആകപ്പാടെ വിസ്മയിച്ച് വിസ്മയാവിഷ്ടനായി ഹൃഷ്ടരോമാസ ധനഞ്ജയ, രോമാഞ്ചം പൂണ്ട് നിൽക്കുകയാണ് വിശ്വരൂപം കണ്ടിട്ട്. ഈ രോമാഞ്ചം പൂണ്ടവനുമായിട്ടുള്ള ധനഞ്ജയൻ അർജുനൻ ദേവം ശിരസാ പ്രണമ്യ, അറിയാണ്ട് കൈ കൂപ്പാണ്. ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ തന്നെ നമ്മളുടെ കൈ കൂപ്പുന്ന പോലെ. നമ്മൾ സാധാരണ അമ്പലത്തിൽ പോയാലും അങ്ങനെയല്ലേ, ഭഗവാന്റെ മുന്നിൽ എപ്പോഴും കൈകൂപ്പി നിന്നാണ് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത്. അതേപോലെ കണ്ട ഉടനെ തന്നെ കൈ രണ്ടും കൂപ്പുകയാണ് ചെയ്തത്. ദേവം ശിരസാ പ്രണമ്യ, ഭഗവാനെ താണു വണങ്ങി കൃതാഞ്ജലി, തൊഴുകൈയോടെ അഭാഷത, പറഞ്ഞു. അപ്പം നേരത്തെയും പറഞ്ഞു, ഭഗവാന്റെ ദിവ്യരൂപം ദർശിച്ചിട്ട് എന്തൊക്കെ ഭാവപ്പകർച്ചയാണ് അർജുനന് വരാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ പറയാനും കൊണ്ടിരിക്കുന്നത് ഈ പദ്യത്തിൽ, ഈ ശ്ലോകത്തിൽ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്ക് തിരിഞ്ഞാലും അവിടെ എല്ലാം ഭഗവാനെ കാണുകയാണ്. എന്തൊക്കെ തരത്തിലാണ് കണ്ടത് നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു. ആകാശത്തിൽ 1000 സൂര്യന്മാർ ഉദിച്ച പോലെയാണ്, അത്രയ്ക്കും പ്രഭയുണ്ട്. ജഗത്ത് മുഴുവനും ഒരു സ്ഥലത്ത് തന്നെ ഒന്നിച്ച് കാണുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാം 14 ലോകങ്ങൾ മുഴുവനായിട്ടും കണ്ടു. ലോകത്തിൽ ഇനി ഒരു വസ്തുവും ബാക്കിയില്ല. അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ കണ്ടു കഴിഞ്ഞു. ആകെപ്പാടെ മേല് മുഴുവൻ രോമാഞ്ചം വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. അറിയാണ്ട് കൈ കൂപ്പിപ്പോവുകയാണ് അർജുനൻ്റെ. അപ്പോൾ കുരുക്ഷേത്രത്തിലെ എല്ലാവരുടെയും സ്ഥിതി വ്യക്തമായിട്ട് സഞ്ജയന് മനസ്സിലാവുന്നുണ്ട് എന്നും കൂടെ ഈ പ്രസ്താവനയിൽ അർത്ഥമുണ്ട്. എന്നാൽ സഞ്ജയനാണല്ലോ വിവരിച്ചു കൊടുക്കുന്നത്. മനസ്സിങ്ങനെ അന്തം വിട്ട് അത്ഭുതത്തിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞ പോലെ സഞ്ജയന് ആകപ്പാടെ ഇത്രയും നേരം കണ്ട ഒരു രൂപമല്ലല്ലോ ഭഗവാന്റെ, വിശ്വരൂപമാണ് കാണുന്നത്. അതും അർജുനന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യവുമാണ്. അപ്പോൾ കൈ കൂപ്പി പെട്ടെന്ന് ഭഗവാനോട് എന്തൊക്കെയോ പറയണം എന്ന് വിചാരിച്ച് അറിയാണ്ട് ഭഗവാന്റെ മുന്നിൽ താണു വണങ്ങി കൈ കൂപ്പി നിൽക്കുകയാണ് ചെയ്തത്. ഇനി അർജുനനാണ് പറയുന്നത്. 15-ാമത്തെ ശ്ലോകം. അർജുന ഉവാച പശ്യാമി ദേവാം തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. ദേവദേവ തവ ദേഹേ, അർജുനൻ പറയുന്നു, ഭഗവാനെ, തവ ദേഹേ, അങ്ങയുടെ ദേഹത്തിൽ ദേവാൻ തഥാ ദേവന്മാരെയും അതുപോലെ സർവാൻ ഭൂതവിശേഷ സംഘാൻ, എല്ലാ ജീവജാലങ്ങളുടെയും കൂട്ടം തന്നെ അവിടെയുണ്ട്. കമലാസനസ്ഥം, കമലാസനത്ത് കൂടാതെ കമലാസനത്തിൽ താമരയിലിരിക്കുന്ന ഈശം ബ്രഹ്മാണം, ഈശ്വരനായ ബ്രഹ്മാവിനെയും സർവാൻ ഋഷീൻ ച, എല്ലാ ഋഷിമാരെയും ദിവ്യാൻ ഉരകാൻ ച പശ്യാമി, ദിവ്യങ്ങളായ സർപ്പങ്ങളെയും ഞാൻ കാണുന്നു. മലയാളം. അർജുനനാണ് പറയുന്നത്. കാണുന്നു നിന്മേനിയിൽ ദേവരെയും കാണുന്നു ഭൂതങ്ങളേതിനെയും കാണുന്നു ധാതാവിനെ ഈശനെയും കാണുന്നു ഋഷി സർപ്പമുകുന്ദരെയും. ആയിരക്കണക്കിൽ സൂര്യന്മാരുടെ തേജസ് ഒന്നിച്ചു കൂടിയതാണെന്ന് ഇതിന് മുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു.
എല്ലാ ദേവന്മാരെയും എല്ലാ ജീവജാലങ്ങളെയും അങ്ങയുടെ ശരീരത്തിൽ ഞാൻ കാണുന്നു എന്നാണ്. അനേക വക്ത്രനയനം, അനേക അത്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, ഉദ്യതായുധം, ദിവ്യമാലാംബരധരം, ദിവ്യഗന്ധാനുലേപനം എന്ന് സഞ്ജയൻ തന്നെ മുമ്പ് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം കാണുന്നത് കൂടാതെ ബ്രഹ്മാവിനെയും, സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെയും ഞാനിവിടെ തന്നെ കാണുന്നു. സ്ഥിതികർത്താവായിട്ടുള്ള വിഷ്ണുവിനെയും ഞാനിവിടെ കാണുന്നു. ഇനി സംഹാരകർത്താവായിട്ടുള്ള സാക്ഷാൽ പരമശിവനെയും ഋഷിമാരെയും ഞാൻ കാണുന്നു. കൂടാതെ സർപ്പങ്ങളെയും ഞാൻ കാണുന്നു, ദിവ്യസർപ്പങ്ങളെയും ഞാൻ കാണുന്നു എന്നാണ് അവസാനിപ്പിക്കുന്നത്. എന്താണ് ഇവർക്കെല്ലാം പ്രത്യേകത എന്ന് വിചാരിച്ചാൽ എല്ലാം സർവചരാചരങ്ങളും ഉണ്ട്. അപ്പം മാളങ്ങളിൽ ഒളിക്കുന്നതാണ് സർപ്പങ്ങൾ. ഭൂമിയുടെ മാളങ്ങളിൽ പോയിട്ട് ഭൂമിക്കടിയിലുള്ള മാളങ്ങളിൽ പാർക്കുന്ന പാമ്പുകൾ വരെ ഭഗവാന്റെ അംഗങ്ങളാണ്. ഭഗവാന്റെ ഓരോരോ അവയവങ്ങളും ഓരോരോ ലോകങ്ങളെന്ന് പറഞ്ഞ മാതിരി എല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഭഗവാനിൽ കാണുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാന്റെ ഈ കണ്ട രൂപത്തെ അർജുനൻ ഒന്നുകൂടെ വർണ്ണിക്കുകയാണ് 16-ാമത്തെ ശ്ലോകത്തിൽ. അനേക ബാഹു ഉദര വക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം, സർവതഃ അനന്തരൂപം, ന അന്തം ന മധ്യം ന പുനസ്തവാദീം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. മലയാളം. അനേക വക്ത്രം നയനം മുഖങ്ങൾ, അനേക കോഷ്ടങ്ങൾ അനന്തരൂപം, അനാദിമധ്യന്തമറിഞ്ഞിടാതെ അണഞ്ഞു കാൺമോ ജഗദീശനിന്നിൽ. ജഗദീശ നിന്നിൽ. അനേക ബാഹു ഉദര വക്ത്ര നേത്രം, ധാരാളം കൈകൾ, ധാരാളം വയറ്, ധാരാളം വായുകൾ, ധാരാളം കണ്ണുകൾ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള അനന്തരൂപം ത്വാം, അനന്തരൂപനായി ഞാൻ അങ്ങയെ സർവതഃ പശ്യാമി, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം എന്ന് പറഞ്ഞ മാതിരി എവിടേക്കൊക്കെ അർജുനൻ നോക്കുന്നോ അവിടെയെല്ലാം ഈ വിശ്വരൂപമാണ് കാണുന്നത്. ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ മാതിരി. അല്ലെങ്കിൽ ഈ രൂപം കണ്ടപ്പോഴേ ഇതായിരുന്നു വിശ്വരൂപം, ഭഗവാനെ എന്ന് പറഞ്ഞ് കൈ കൂപ്പി വണങ്ങി നിൽക്കുകയാണ്. അപ്പം എല്ലായിടത്തും ഞാൻ അങ്ങയെ കാണുന്നു. അദ്ദേഹം കണ്ടത്, അർജുനൻ കണ്ടത് അർജുനൻ വിവരിക്കുകയാണ്. വിശ്വേശ്വര വിശ്വരൂപ, വിശ്വേശ്വരനായ ഹേ വിശ്വരൂപ, തവ ആദ്യം ന പശ്യാമി, എവിടെ അത് തുടങ്ങിയെന്ന് മനസ്സിലാവണില്ലല്ലോ, ആദ്യം മനസ്സിലാവുന്നില്ല. മധ്യം നാ, ഇതിൻ്റെ നടുഭാഗവും മനസ്സിലാവുന്നില്ല. അന്തം നാ, ഇതെവിടെയാണ് അവസാനിക്കുന്നതെന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ ഭഗവാനേ എന്നാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. എണ്ണമറ്റ കൈകൾ, ഉദരങ്ങൾ, മുഖങ്ങൾ, കണ്ണുകൾ, അറ്റം കാണാത്ത രൂപം, ഞാൻ എല്ലായിടത്തും കാണുകയാണല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ച്. ഇതല്ല, ഇങ്ങനെയല്ല ഭഗവാന്റെ ആകൃതി, അത് നമ്മൾ ചിന്തിക്കുകയാണ്, ചിന്തിച്ചെടുക്കുകയാണെന്ന് മാത്രം. ഇത്രയും ലോകങ്ങൾ, 14 ലോകങ്ങൾ മുഴുവനും തന്നെ അർജുനൻ അവിടെ കാണുകയാണ് ഉണ്ടായത്. അപ്പോൾ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായത്, ഭഗവാൻ തന്നെയാണ് ഇത് നിലനിർത്തുന്നത്, ഭഗവാനിൽ തന്നെയാണ് ലയിക്കുന്നതിയോ മധ്യമോ അന്തമോ ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല എന്ന്. നാമരൂപമായിട്ടുള്ള ഈ ജഗത്ത് എന്തിൽ നിന്നാണോ ഉണ്ടായത്, ആരിലാണോ നിലനിൽക്കുന്നത്, ഏതിലാണോ ലയിക്കുന്നത്, ഇതെല്ലാം തന്നെ ആ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവിനെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റുക എന്നാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു മാലയിൽ, പൂവുകൊണ്ടുണ്ടാക്കിയ ഒരു മാലയിൽ ധാരാളം പുഷ്പങ്ങൾ കോർത്ത് അടുക്കിയിട്ടാണ് മാല ഉണ്ടാക്കുന്നത് അല്ലേ. അതേപോലെ ഭഗവാൻ എന്നുള്ള ആ മാലയിൽ എല്ലാ പ്രപഞ്ചത്തിലെ സചേതനങ്ങളും അചേതനങ്ങളുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഓരോ പൂ പോലെ എല്ലാ ഇടയ്ക്ക് തുളസി വയ്ക്കും, ഇടയ്ക്ക് പൂവ് വയ്ക്കും,
പല പല കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാലയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന മാലകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ചില ദിവസം ഇന്നലെ കണ്ടു, പച്ച, ചുവപ്പ്, മഞ്ഞ ഒക്കെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുഷ്പങ്ങൾ ഈ വസ്തുക്കളാണ്, അങ്ങനെ നമ്മൾ കരുതുകയാണ്, ഒരു ഭാവനയാണ് ഇതെല്ലാം. ഇനി 17ാമത്തെ ശ്ലോകം കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താദീപ്ത അനല അർക്ക അദ്യുതി അപ്രമേയം. മലയാളം: നോക്കാവതല്ലാത്ത വിധത്തിലെങ്ങും അർക്കാനലന്മാരുടെ ശോഭയോടെ വിളങ്ങിടും ചക്രഗദാകിരീടം തെളിഞ്ഞു കാണും നിധനൻ അനന്തരൂപം. കിരീടം ഗദിനം, കിരീടമുണ്ട്, ഗദയുണ്ട്, ശംഖചക്ര ഗദാപത്മം. ചക്രിണം ച, ചക്രം ഇവയോട് കൂടിയവനായും തേജോരാശിയും തേജോമയനായും സർവതഃ ദീപ്തിമന്ദം സർവത്ര പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനായും ദുർനിരീക്ഷ്യം നേരെ നോക്കാൻ വയ്യാത്ത വിധത്തിൽ ദീപ്താനല അർക്ക ദ്യുതിം സൂര്യൻ്റെയും ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയുള്ളവനായും അപ്രമേയം ത്വാം അളക്കാൻ വയ്യാത്തവനായും അങ്ങയെ സമന്താത് പശ്യാമി എല്ലായിടത്തും കാണുന്നു. വിവരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാന്റെ വിശ്വരൂപം. അത്ഭുതം കൊണ്ട് നമ്മളങ്ങനെയല്ലേ, ചിലപ്പോൾ നമ്മൾക്ക് വളരെ അത്ഭുതം കൂറുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചെന്ന് വിവരിക്കുമ്പോൾ നമുക്ക് എത്ര വിവരിച്ചാലും മതിയാവില്ല അല്ലേ. അതേപോലെ എത്ര വിവരിച്ചിട്ടും മതിയാവുന്നില്ല അർജുനന്, പറയാൻ പറ്റുന്നില്ല, എനിക്ക് പറയാനൊരു വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ കിരീടമുണ്ട്, ഗദയുണ്ട്, ശംഖചക്ര ഗദാപത്മം എന്ന് പറഞ്ഞ പോലെ ചക്രമുണ്ട്, തേജോമയനാണ്, സർവത്ര പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് നേരെ നോക്കാൻ വയ്യ, ദിവ്യചക്ഷുഷ് തന്നിട്ടുണ്ട് ഭഗവാൻ, എന്നിട്ട് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, നേരെ നോക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? അഗ്നിയും സൂര്യനും, എത്രയോ 1000 സൂര്യന്മാർ അല്ലെങ്കിൽ ധാരാളം സൂര്യന്മാരും ജ്വലിക്കുന്ന അഗ്നിയുടെയും കൂടെ പ്രകാശം ഒരുമിച്ച് വരുന്ന അത്രയ്ക്കും തേജസ്സാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് ഓർത്ത് നോക്കൂലേ, നമ്മളുടെ ഈ വിശ്വരൂപമല്ലേ, നമ്മളിപ്പോൾ ഈ വായിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു രൂപം കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്. ഇങ്ങനെയുള്ളൊരു രൂപത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ അർജുനൻ നിൽക്കുന്നത്. അത്രയും പ്രഭയുള്ളവനാണ്, അങ്ങേ അളക്കാനേ പറ്റുന്നില്ല. കാരണം തുടക്കം അവസാനം നടുക്കം ഒന്നും കാണുന്നില്ലല്ലോ, മധ്യം ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് അളക്കാൻ വയ്യാത്തവനുമായ അങ്ങയെ ഞാൻ എല്ലായിടത്തും കാണുന്നു എന്നാണ്. അപ്പോൾ കയ്യിൽ ശംഖചക്രം ഗദ താമര എന്നൊക്കെ ഉണ്ടല്ലോ. സാധാരണ നമ്മൾ ഹിന്ദുക്കൾ ശുഭം എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് താമരയെ പറയുന്നത്. ധർമ്മത്തിൻ്റെ കാഹളമാണത്രേ ശംഖനാദം. അത് നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കൃത്യനിർവഹണം ശരിയല്ലെങ്കിൽ ആ കാഹളത്തെയൊക്കെ അവഗണിക്കുന്നവരെ പ്രഹരിക്കാനുള്ളതാണത്രേ ഗദ. പിന്നെ നമ്മൾക്ക് ഈ ഗദാപ്രഹരങ്ങൾ കൊണ്ടും നേരെയാവാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ നേരാണ് എന്ത് ചെയ്യുന്നത്, ഈ കാലചക്രം അയക്കുന്നത്. ഒരിക്കലും നിൽക്കാതെ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അത് അങ്ങനെയുള്ള ഒരു കാലം, അതായത് ഒരു കാലചക്രം തിരിയുക എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ കാലം അങ്ങനെയാണ്, എപ്പോഴും നിലയ്ക്കുന്നേ ഇല്ല, എപ്പോഴും മാറി മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതീകമാണത്രേ ഈ സുദർശന ചക്രം. തേജോമയൻ എന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും ആളിക്കത്തുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയുള്ളതാണ്. എനിക്ക് കാണാൻ നോക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്രയ്ക്കും സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഈ പ്രകാശത്തിൻ്റെ ഒരു തീവ്രത പറയാണ്. ദുർനിരീക്ഷ്യം എന്നാണ് പറഞ്ഞത്. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അതൊന്നും വിഷയമേ അല്ല, അതിലൊക്കെ അപ്പുറമാണ്. അത്രയ്ക്കും ദിവ്യചക്ഷുസ് കൊടുത്തിട്ട് പോലും കാണാൻ എനിക്ക് പറ്റുന്നില്ല. അപ്രമേയം. ഈ വിശ്വരൂപത്തിനെ എങ്ങനെയൊക്കെ വർണ്ണിക്കാൻ അർജുനൻ ശ്രമിച്ചാലും അർജുനന് തന്നെ ഒരു സ്വന്തമായിട്ടൊരു തൃപ്തി കിട്ടുന്നില്ല. അങ്ങ് അപ്രമേയനാണെന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം എനിക്ക് എങ്ങനെയാണ് അങ്ങേ വിവരിക്കേണ്ടതെന്ന് അറിയില്ല, വാക്കുകളേ കിട്ടുന്നില്ല.
അപ്പം മനസ്സിലിങ്ങനെ ഈ വിശ്വരൂപം സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വിവരിക്കാൻ വാക്കുകളില്ല എന്നാണ് പറയുന്നത്. അങ്ങ് അപ്രമേയനാണ് എന്ന് ഞാൻ സമാധാനിക്കുന്നു. അത്രേ പറ്റുള്ളൂ. എനിക്ക് അത്രയും പറയാൻ കിട്ടുന്നേ ഇല്ല. അപ്പം നമ്മൾക്കും അങ്ങനെയുള്ള ഒരു യഥാർത്ഥ സ്വരൂപം നമ്മുടെ മനസ്സിന് പോലും അത് പതിയട്ടെ എന്ന് വിചാരിച്ച് ചില കണ്ട കാര്യങ്ങൾ ചിലരിങ്ങനെ വിവരിച്ച് തന്നു കഴിഞ്ഞാൽ ആ ചിത്രം നമ്മുടെ മനസ്സിലും നിൽക്കുമല്ലോ. അപ്പോൾ അതും കൂടെ ഒരു ഉദ്ദേശമുണ്ട് ഇവിടെ. വീണ്ടും അടുത്ത ശ്ലോകങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അത്ഭുത പരതന്ത്രനായിട്ട് എല്ലാ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാലും ഭഗവാനെ കണ്ട് ആകപ്പാടെ അന്തം വിട്ട് നിൽക്കുന്ന അർജുനനെയാണ് ഇപ്പോൾ നാം കാണുന്നത്. അദ്ദേഹം അവിടെ കണ്ട രൂപത്തെ കുറച്ച് നമുക്ക് വിവരിച്ച് തരികയാണ് ഓരോ ശ്ലോകങ്ങളിലായിട്ട്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.